பேசினா உங்களுக்கு எந்த பிரச்சனையா இருந்தாலும் சூசைடு அந்த எடுக்காதீங்க. சூசைடுக்காண்டி தானே இதை போட்டீங்க அப்படின்னா இந்த അണ്ണാച്ചി சொல்லுது ബ്ലിങ്കിറ്റ് എന്ന ആപ്പിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ പുള്ളിക്ക് രാത്രി ഒരു ഓൺലൈൻ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡെലിവറി ചെയ്യാൻ പോയപ്പം ഒരു പെൺകുട്ടി കസ്റ്റമർ കരഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ നോക്കിയപ്പോൾ 3 എലിവിഷം. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഷെർലക് ഹോംസ് ഉണർന്നത്. അദ്ദേഹം ആലോചിച്ചു വെച്ചാൽ രാത്രി 11 മണിക്ക് എലിവിഷം വാങ്ങാൻ വേണ്ടി ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത് ഉറപ്പായിട്ടും സൂയിസൈഡ് ചെയ്യാനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. போய் பேசாதீங்க, நீங்க சூசைடுக்கு தான் போட்டுருக்கீங்க. எலியுடைய பிரச்சனை அப்படின்னா நீங்க கிட்டத்தட்ட 7 மணிக்கு போட்டுருக்கலாம், இல்ல அதுக்கு முன்னாடியே போட்டுருக்கலாம், இல்ல அடுத்த நாள் போட்டுருக்கலாம். இந்த അൺടൈമിൽ പോட വേണ്ടിയ അവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ ആ പുള്ളിക്കാരത്തി സമ്മതിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു വെച്ചാൽ എലിപോലും ചാകാത്ത എലിവിഷം ആരുടെ ഈ രാത്രി ആ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ഇദ്ദേഹം ഉടനെ തന്നെ ആ പെൺകുട്ടിക്ക് കുറെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് ഏകദേശം 9 മില്യൺ പേര് കണ്ട ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങ് സൗത്ത് ഇവിടെ നോർത്തിലും ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ വന്നിട്ട് ഇതേപോലെ പറയുന്ന വീഡിയോ ഒന്നും കണ്ട ഞാൻ നമ്പലേടാ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പെൺകുട്ടി എവിഡൻസുമായിട്ട് വീഡിയോ ചെയ്തിട്ട് പോലും നമ്മൾ മലയാളികൾ അത് വിശ്വസിച്ചില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്താൽ അങ്ങ് തമിഴ്നാട്ടിലുള്ളവർ മാത്രമേ അത് വിശ്വസിക്കുള്ളൂ, നമ്മളെ പോലെയുള്ളവർ നമ്പൂല. കാരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ച സമയത്ത് അദ്ദേഹം കുറെ കാലമായിട്ട് ഒരു 83 വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലത്തെ ഒരാൾക്ക് മാത്രം എങ്ങനെ കറക്റ്റ് സമയത്ത് ഇതേപോലത്തെ ഒരു ഇര വന്ന് കെട്ടി റീച്ച് ഉണ്ടായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതേ സമയത്ത് ഇതിന്റെ 2 വീഡിയോ അദ്ദേഹം ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യത്തെ വീഡിയോ ഒരു രീതിയിൽ ആംഗിളിൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് തൃപ്തിയാവാത്തോണ്ടാണ് അവിടെ രണ്ടാമത് ഒരു വീഡിയോയും കൂടെ കഥയടിച്ചിറക്കി കുറച്ചും കൂടെ മിനുസപ്പെടുത്തി അപ്ലോഡ് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു.